ചേട്ടൻ വലിയ കാര്യം ചേട്ടൻ വിചാരിച്ചു ചേട്ടൻ ബ്രാഹ്മണാണ്, ഞാൻ നായരാണ്. അപ്പൊ എന്റെ വീട്ടിൽ എന്റെ അച്ഛനെ വിളിച്ചിട്ട് പറയാം. അച്ഛൻ ഒറ്റയടിക്ക് ഫോണിനകത്തൂടെ പറഞ്ഞു ഞങ്ങൾ നായർ കമ്മ്യൂണിറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ബ്രേക്കപ്പ് ആയി. അപ്പൊ വീട്ടിലൊക്കെ അപ്രോച്ച് ചെയ്തപ്പോ എന്തുവായിരുന്നു പറഞ്ഞിരുന്നത്? വളരെ മോശം. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം വരെ ആ കുറ്റബോധം ഞങ്ങൾ ഇല്ല. ഒരുപാട് അച്ഛനും അമ്മയും എതിർത്തു. ഒരു മുറിയിലിട്ട് പൂട്ട്, അങ്ങനെ ഹൗസ് അറസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു. അവർ കോളേജിലെ ടൈമിലുള്ള രാഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ രാഹുലേ അല്ല. മുടിയൊക്കെ ഉണ്ട്, മുടിയൊക്കെ കെട്ടിവെച്ച് ബൈക്കൊക്കെ ഓടിച്ച് ലെതർ ജാക്കറ്റ് ഒക്കെ ഇട്ടൊരു യോ മോഡൽ രാഹുൽ ആയിരുന്നു. അന്ന് എന്നെ കണ്ട സമയത്ത് എന്നെ പറ്റി ഒന്നും അറിയത്തില്ല. ആകെ അറിയാവുന്നത് കാറിന്റെ നമ്പർ മാത്രമേ ഉള്ളൂ. പിന്നെ കാറിന്റെ നമ്പർ വെച്ച ആള് RTOയിലൊക്കെ പോയി പേരും അപ്പൊ അങ്ങനെ കണ്ടുമുട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ബ്രേക്കപ്പ് ആയി. പിന്നെ കുറച്ച് നാള് ഞങ്ങള് ആദ്യം പ്രപ്പോസ് ചെയ്തേ? പ്രപ്പോസ് ചെയ്തത് അങ്ങനെ ആരും പ്രപ്പോസ് ചെയ്തില്ല കേട്ടോ. പ്രപ്പോസ് ആയിട്ടില്ല, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ, നോർമലി ഹാപ്പൻ ചെയ്ത. പക്ഷെ ഞങ്ങളൊന്ന് ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയിട്ട് തിരിച്ചു വരാൻ ചേട്ടനാണ് ഇങ്ങോട്ട് എൻ്റെ അടുത്ത് വന്നത്. മാരേജ് ചെയ്യണം, കല്യാണത്തെ കുറിച്ചൊക്കെ സംസാരിച്ചത് ആ സമയത്താണ്. ആദ്യം എന്ന് വെച്ചാല് ഇഷ്ടം എന്നുള്ള രീതിയിലൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പിരിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോ ചേട്ടൻ ഇങ്ങോട്ട് ലീഡ് എടുത്ത് ഇങ്ങോട്ട് വന്നു. വീട്ടിലൊക്കെ അപ്രോച്ച് ചെയ്തപ്പോ എന്തുവായിരുന്നു പറഞ്ഞിരുന്നത്? വളരെ മോശം. വളരെ ഒട്ടും സപ്പോർട്ടീവ് ആയിരുന്നില്ല വീട്ടിൽ. ഞാനിങ്ങനെ ഓർക്കും, അയ്യോ എന്താ വെച്ചാല് ആദ്യം വെച്ചാൽ എന്റെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമുക്ക് അപ്പൊ എന്റെ പ്രൊപ്പോസൽസ് ഒക്കെ മാട്രിമോണിയിലൊക്കെ ഇടുന്ന ടൈമാണ്. എനിക്ക് ഭയങ്കര പേടി പറയാൻ, വീട്ടിൽ ഇങ്ങനെ ഇതുണ്ടെന്ന് പറയാൻ ഭയങ്കര പേടി. അപ്പം രാവിലെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്യണ്ട, എന്റെ മാട്രിമോണി കണ്ടിട്ട് വരുന്ന പോലെ അല്ലേ, അങ്ങനെ ആയിരുന്നില്ല, മാട്രിമോണി കണ്ടിട്ട് വരുന്ന പോലെ റിജക്ട് ചെയ്തതോ. ചേട്ടൻ വലിയ കാര്യം ചേട്ടൻ വിചാരിച്ചു ചേട്ടൻ ബ്രാഹ്മണാണ്, ഞാൻ നായരാണ്. അപ്പൊ എന്റെ വീട്ടിൽ എന്റെ അച്ഛനെ വിളിച്ചിട്ട് പറയാം, സർ ഇങ്ങനെ എനിക്ക് മകളെ ഇഷ്ടമാണ്, മാട്രിമോണി കണ്ടു. പക്ഷെ അച്ഛന്റെ മറുപടി കാണണം. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഇങ്ങനെ ഉണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്, അങ്ങ് നോക്കട്ടെ. അപ്പൊ അച്ഛന്റെ വിചാരിച്ച ഒരു അറേഞ്ച്ഡ് മാരേജ് പ്രപ്പോസ് ചെയ്തു. അച്ഛൻ ഒറ്റയടിക്ക് ഫോണിനകത്തൂടെ പറഞ്ഞു ഞങ്ങൾ നായർ കമ്മ്യൂണിറ്റി. അപ്പൊ ഞാൻ MBAക്ക് പഠിച്ചിരിക്കുക കോളേജില്. അപ്പൊ രാഹുൽ ഒട്ടൻ എന്നെ വിളിച്ചിട്ട് നിന്റെ അച്ഛൻ പറയണേ നായർ കമ്മ്യൂണിറ്റി പറഞ്ഞോ. ദിവയുടെ ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദർ NSSന്റെ ഒക്കെ വലിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ അദ്ദേഹം ഇല്ല വിട്ടുപോയി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു സാക്ഷാൽ മന്നത്ത് പത്മനാഭന്റെ ഫാദർ രാവണൻ, മദർ ഒരു നായകരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്നും ഐക്യത്തിന് സ്പേസ് ഉണ്ട്. പക്ഷെ അങ്ങനെയായിരുന്നു. അച്ഛൻ്റെ അടുത്ത് അത് നോ പറഞ്ഞു. പിന്നെ ഒരു രക്ഷയില്ലാതായപ്പോ ഞാൻ ഉള്ള സത്യം പറഞ്ഞു ഞങ്ങൾ നമ്മുടെ ഇഷ്ടത്തിലാണ്, ഇതുപോലെ ഇതൊന്നുമല്ലേ, വേറെ ഒരു പ്രപ്പോസൽ കൊണ്ടിട്ട് കാര്യമില്ല. ആറ്റുകാലമ്പലത്തിൽ വെച്ചാണ് നമ്മുടെ KE മാമൻ സാർക്ക്, ഗാന്ധിയൻ, അദ്ദേഹമൊക്കെയാണ് വന്ന് സപ്പോർട്ട് ചെയ്തത്. മുത്തശ്ശി ഉണ്ടായിരുന്നു, ഓഫീസ് ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് ഒരു സപ്പോർട്ട്. ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചോ? ഇല്ല, സമ്മതിച്ചില്ല. വീട്ടിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടായി. അവസാനം എന്താ പറയണേ, ലാസ്റ്റ് കൈൻഡ് ഓഫ് ഇറങ്ങി വരുന്ന രീതി. നേരത്തെ പാസ്റ്റ് ടൈമിന്റെ കാര്യം പറഞ്ഞില്ലേ, എന്റെ കല്യാണം ഞാൻ 1.5 മണിക്കൂർ ലേറ്റ് ആയി. കാര്യം ഞാൻ തലേദിവസം മംഗലാപുരത്ത് ഒരു പ്രോഗ്രാം പോയിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു എല്ലാം തീരുമാനിച്ചത്. അപ്പൊ ആ ഡേറ്റ് ഒക്കെ എടുത്ത് തലേദിവസം രാത്രി എനിക്ക് തോന്നുന്നു രാജഗോപാൽ സാർ പുള്ളി വിളിച്ചു പറഞ്ഞു ടിക്കറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തു കയറി. ഷാവിലെ എത്തിയപ്പോഴേ 1.5 മണിക്കൂർ താമസിച്ചു. തമാശ നമ്മുടെ ഫ്രണ്ട്സ് പറയാറുണ്ട്, സ്വന്തം കല്യാണത്തിന് 1.5 മണിക്കൂർ ഇറങ്ങിപ്പോയതല്ല, എന്തായാലും കല്യാണം നടത്തി തന്നത് തന്നെയാണ്. പക്ഷെ അങ്ങനെ എൻ്റെ വീട്ടുകാരെല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രം വന്ന് എല്ലാവരും ഒരുമിച്ച് ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച്. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾ അങ്ങനെ ഇറങ്ങി പോവോ, വീട്ടുകാരെ നാണം കെടുത്തിയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം വരെ ആ കുറ്റബോധം ഞങ്ങൾക്ക് ഇല്ല. ചേട്ടനാണെങ്കിൽ എൻ്റെ അടുത്ത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഫോണിൽ കൂടെ പറഞ്ഞത് എന്താ വാട്ട് എവർ ഹാപ്പൻസ് നമുക്ക് ഇത് റെഡിയായി തന്നെ പോവാം. കഴിയുന്നത്ര വീട്ടുകാരെ ഇൻക്ലൂസീവായി വീട്ടുകാരെ കോൺഫിഡൻസിൽ എടുക്കണം. ഒരിക്കലും അല്ലാതെ ഒരിക്കലും അച്ഛനും അമ്മയും ഇത്രയും വളർത്തിയിട്ട് ഒരു ദിവസം തൊട്ടപ്പുറത്തെ വീട്ടുകാരോട് മോൾ എവിടെ പോയി എന്നറിയില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഒരിക്കലും അവർക്ക് വരരുതെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഒരുപാട് അച്ഛനും അമ്മയും എതിർത്തു. ഒരു മുറിയിലിട്ട് പൂട്ട്, അങ്ങനെ ഹൗസ് അറസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു. അവർ സിനിമാറ്റിക്കായി എല്ലാ ഡ്രാമയിലൂടെയും ഞാൻ കടന്നു പോയി. എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അതൊക്കെ ഞാൻ ചെയ്തിട്ടും ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു
ഒന്നെങ്കിൽ നിങ്ങൾ സമ്മതിച്ച് നടത്തി തരാം, ഇല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട. ആ ഒരു ലൈൻ മാത്രമേ ഞാൻ പിടിച്ചുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇറങ്ങിപ്പോയി കളയും ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്റെ അച്ഛനും അമ്മയൊക്കെ കാണുമ്പോൾ അവർക്കറിയാം, ഒരിക്കലും ഞാൻ അത് പറഞ്ഞിട്ടില്ല. ആ സമയത്ത് എപ്പോഴെങ്കിലും ഇത് നിർത്താം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവാം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. അവരുടെ കാര്യം ചുമ്മാ ആശുപത്രി കുറ്റബോധമുണ്ടാക്കുക, ആഗ്രഹങ്ങളൊക്കെ പുറത്തു ഇല്ല. ആ സമയത്ത് ഞാൻ ഇന്നും ഓർക്കും, ചിന്തിച്ചൂടായിരുന്നോ? ഇപ്പോഴും ഒട്ടും വൈകിട്ടില്ല. അല്ല അന്ന് അല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കും. രാജേട്ടൻ എന്നെ എത്രയോ നാളായിട്ട് അറിയുന്നതാണ്. എന്റെ വീട്ടുകാരോട് ഇന്ന് പോലും ഞാൻ ഒരു കാര്യം ഒളിച്ചു വെക്കില്ല. എന്ത് കാര്യവും എന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളതുപോലെ പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഒരേ ഒരു കാര്യമേ ജീവിതത്തിൽ ഞാൻ അവരെ വിളിച്ച് ചെയ്തിട്ടുള്ളൂ, അത് ഈ മനുഷ്യനെ പ്രണയിക്കുക എന്നൊരൊറ്റ കാര്യമാണ്. ആ ഒരു കാര്യം മാത്രമാണ് എന്റെ അമ്മയും അച്ഛനും അറിയാതെ ഞാൻ ചെയ്തില്ല. ബാക്കി എല്ലാം എന്റെ പഠിത്തമാണ്. മനസ്സിലായി, വീട്ടുകാർ അറിയുന്നതും ചെയ്യരുത്. എനിക്ക് മനസ്സിലായി,